ഹലോ ഫ്രണ്ട്സ്, നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാം, ടെക്നോളജി എന്ന് പറയുന്നത് ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്ലൗഡ് സ്റ്റോറേജിൻ്റെ വീഡിയോ. അപ്പോൾ ഹിക്വിഷൻ്റെ ആ ഒരു ക്ലൗഡ് സ്റ്റോറേജ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യണമെന്നുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം, പഴയ DVR ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അവിടെ ഒരു ഡ്രോപ്പ് ബോക്സിലേക്കോ ഗൂഗിൾ ക്ലൗഡിലേക്കോ അതുപോലെ വൺ ഡ്രൈവിലേക്കൊക്കെ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഡ്രൈവ് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു ക്ലൗഡ് സ്റ്റോറേജ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മോഷൻ ഡിറ്റക്ഷൻ ചെയ്യുന്ന ആ ഒരു പിക്ചേഴ്സൊക്കെ ഇൻ്റർനെറ്റിലേക്ക് പോയി സേവ് ആകും. അപ്പോൾ ആരെങ്കിലും നമ്മുടെ NVR DVR ഒക്കെ എടുത്തുകൊണ്ട് പോയാൽ പോലും നമുക്ക് ആ വീഡിയോസ് അല്ല പിക്ചേഴ്സ് നമുക്ക് ഇൻ്റർനെറ്റിൽ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഹിക്വിഷൻ്റെ ഒക്കെ പുതിയ DVR അല്ലെങ്കിൽ NVR നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഒന്നില്ലെങ്കിൽ ക്ലൗഡ് 1.0 അല്ലെങ്കിൽ ക്ലൗഡ് 2.0 എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസാണ്. അപ്പോൾ നമ്മുടെ വൺ ഡ്രൈവും ഗൂഗിൾ ഡ്രൈവും അതുപോലെ ഡ്രോപ്പ് ബോക്സും ഇപ്പോൾ അവിടെ കാണാനില്ല. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പോൾ അവിടെ കാണിക്കാത്തതെന്നൊക്കെ എന്നെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും എടുത്തിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്നെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറയുന്നുണ്ട്, ആ ഒരു ഡ്രൈവ് ഓപ്ഷൻസ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ലാന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹിക്വിഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു കമ്പനി, ഇത്രയും വലിയൊരു ബ്രാൻഡ്, വളരെ നല്ലൊരു ഫീച്ചർ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രൈവ് സെറ്റപ്പ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഹിക്വിഷൻ ഇപ്പോൾ ക്ലൗഡ് സ്റ്റോറേജ് ഓഫർ ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ട് നമുക്ക് അതിന് എങ്ങും ഒരു ഉത്തരവും കിട്ടുന്നില്ല. ഞാനിപ്പോൾ ആ ഹിക്വിഷനിലൊക്കെ ഒരു മെയിലൊക്കെ ഇട്ടിട്ട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിനൊരു മറുപടി അവർ തന്നിട്ടില്ല. ഇപ്പോൾ ആ ഒരു ഫീച്ചറൊന്നും അവൈലബിൾ അല്ല, ഇനി എന്തെങ്കിലും കാലത്ത് അത് വരുമ്പോൾ നിങ്ങളത് ഇൻറ്റിമേറ്റ് ചെയ്യാം എന്ന് മാത്രമാണ് ഒരു മെയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ ഈ ക്ലൗഡ് 2.0 അല്ലെങ്കിൽ ക്ലൗഡ് 1.0 എന്താണെന്ന്. ശരിക്കും ഇതൊരു ക്ലൗഡ് അല്ലാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് എന്താണെന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹിക്വിഷൻ്റെ ഈ ഒരു ക്ലൗഡ് 2.0 അല്ലെങ്കിൽ ക്ലൗഡ് 1.0 എന്ന് പറയുന്നത് ശരിക്കും അത് പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു ക്ലൗഡ് സെറ്റപ്പ് ഒന്നുമല്ല. ഹിക്വിഷൻ ഇപ്പോൾ ക്ലൗഡേ ഓഫർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്ലൗഡ് 2.0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രോട്ടോക്കോളിൻ്റെ നെയിമാണ്. ഈ ഒരു പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹിക്വിഷൻ്റെ DVR അല്ലെങ്കിൽ NVRൽ ഇരിക്കുന്ന വീഡിയോ, അതായത് നമ്മുടെ സാധാരണ NVRലോ DVRലോ ഇരിക്കുന്ന വീഡിയോസ് നമുക്ക് മറ്റെവിടെയെങ്കിലും ഒരു സീരീസ് NVR ഇതിൻ്റെ വില നിങ്ങൾ കേട്ടാൽ ചിലപ്പോൾ ഞെട്ടിപ്പോവും. കാരണം 22,000-23,000 രൂപയിലാണ് തുടങ്ങുന്നത്. അല്ലെങ്കിൽ സൂപ്പർ സീരീസ് NVR ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു റെക്കോർഡിംഗ് എനേബിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് എറണാകുളത്ത് എൻ്റെ ഓഫീസിൽ ഒരു സാധാരണ K സീരീസോ അല്ലെങ്കിൽ Q സീരീസൊക്കെ ഉള്ള NVR ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ DVR ആയിക്കോട്ടെ, അതിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ക്ലൗഡ് 2.0 എന്ന്. അപ്പോൾ ഈ സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എൻ്റെ വീട്ടിൽ, ഇപ്പോൾ കോട്ടയത്ത് എൻ്റെ വീട്ടിൽ ഒരു സീരീസ് NVR ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാനൊരു 10 ടെറാബൈറ്റ് ഹാർഡ് ഡിസ്ക് അതിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാറ്റിക് IP അഡ്രസ് ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിലേക്ക് റെക്കോർഡിംഗ് ഓപ്ഷൻ എനേബിൾ ചെയ്യാം. അതായത് ഇവിടുത്തെ DVR അല്ലെങ്കിൽ NVR ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലും എൻ്റെ വീട്ടിലിരിക്കുന്ന NVRലേക്ക് അത് റെക്കോർഡാവും. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ അത് വീഡിയോ ഒന്നും അല്ല റെക്കോർഡ് ചെയ്യുന്നത്, അത് പിക്ചേഴ്സാണ്. നമ്മുടെ പണ്ടത്തെ ആ ഒരു ക്ലൗഡ് ഓപ്ഷൻ തന്നെയാണ്. ഡ്രോപ്പ് ബോക്സിലും നമ്മൾ എനേബിൾ ചെയ്യുമ്പോഴത്തേക്കും അതുപോലെ തന്നെ പിക്ചറുകളായിട്ട് മാത്രമായിരുന്നു സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും പിക്ചറുകൾ തന്നെയായിട്ടാണ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്ലൗഡ് സ്റ്റോറേജ് സെറ്റപ്പ് വല്ലതും ആണോ? ഇതൊരു ക്ലൗഡ് സ്റ്റോറേജ് സെറ്റപ്പേ അല്ല. അതായത് ഹിക്വിഷൻ്റെ ഈ ഒരു പുതിയ NVRകളോ DVRകളോ ഒന്നും ഒരു ട്രൂ ക്ലൗഡ് സെർവർ സെറ്റപ്പ് ആയിട്ടുള്ള ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് അതുപോലെ ഡ്രോപ്പ് ബോക്സ് പോലുള്ള ഒരു കമ്പനീനെയും പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ദൂരെ ഇരിക്കുന്ന ഒരു NVRലേക്ക് ഒരു റെക്കോർഡിംഗ് എനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ എല്ലാവരുടെയും സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days.